പ്രിയപ്പെട്ടവരെ, ആശാ വർക്കർ പ്രവർത്തകരുടെ സമരത്തിൽ നിർണായക രാഷ്ട്രീയ നീക്കവുമായി യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാ വർക്കർമാർക്ക് പ്രത്യേക അലവൻസ് നൽകും. അലവൻസായി 1500 രൂപ നൽകാനാണ് തീരുമാനം. ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം UDF അംഗീകരിക്കുകയായിരുന്നു. പ്രതികരണം: UDF ഇന്ന് അധികാരത്തിലില്ല, കേന്ദ്രത്തിലോ കേരളത്തിലോ ഇല്ല. പക്ഷേ ഞങ്ങൾ അധികാരത്തിലുള്ളത് ലോക്കൽ ഗവൺമെന്റുകളിലാണ്, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു, ഞങ്ങൾ 2000 രൂപ വീതം ആശാ വർക്കേഴ്സിന് കൊടുക്കാം പഞ്ചായത്തുകളിൽ. പലരും പഞ്ചായത്തുകളും റെസൊല്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഇത് തീർച്ചയായിട്ടും UDF അതിന് പിന്താങ്ങാണ്. അങ്ങനെ നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകൾ ആശാ വർക്കർമാരെ ഒരു 10, 15, 20 ഒക്കെ ആശാ വർക്കർമാരല്ലേ ഒരു പഞ്ചായത്തിലുള്ളൂ. അപ്പൊ അതനുസരിച്ച് അവർക്ക് കഴിയുന്ന തരത്തിൽ അവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കട്ടെ. അങ്ങനെ കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ്. റോഷി പാൽ ചേരുന്നു. റോഷി, ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനെ അത് രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് അങ്ങനെ പണമെടുത്ത് നൽകിയാൽ സർക്കാരിനൊന്നും ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ എല്ലാ UDF പഞ്ചായത്തുകളും ആശാ വർക്കർമാരിൽ ആ പഞ്ചായത്തിൽ 1500 രൂപ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ മറ്റു പഞ്ചായത്തിലുള്ള ആളുകൾക്കും അത് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി തീരില്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, സംശയമില്ല, ഇത് സ്വാഭാവികമാണ്. മറ്റു പഞ്ചായത്തുകളിലും ഇത് നടപ്പിലാക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് നടപ്പിലാക്കി തുടങ്ങുന്നു. ആദ്യം കൊല്ലത്തും പിന്നീട് തൃശ്ശൂരിലുമടക്കം ഇങ്ങനെ പഞ്ചായത്തുകളിൽ ആശാ പ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. തൊട്ടു പിന്നാലെയാണ് ആ നിർദ്ദേശം UDF തന്നെ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. UDF ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും UDF അധികാരത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൃത്യമായി ആശാപ്രവർത്തകർക്ക് അധിക അലവൻസ്, പ്രത്യേക അലവൻസ് നൽകണം എന്ന നിർദ്ദേശം. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അംഗീകാരം ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അംഗീകാരം നൽകുമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF നേതൃത്വത്തിനുള്ളത്. കാരണം ആശാപ്രവർത്തകർ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലാണ്. ഈ സമരം ഒത്തുതീർക്കുന്നതിന് വെല്ലുവിളിയായി സർക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, കേന്ദ്ര സർക്കാരാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അനുകൂലമായി തീരുമാനമെടുക്കുന്നില്ല എന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ സ്വയം ഇങ്ങനെ ആനുകൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ അതിന് എതിരൊരു അഭിപ്രായം സർക്കാരിൻ്റെ ഭാഗത്ത് ഉയരാൻ സാധ്യതയില്ല. പക്ഷേ ഇനി LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഇത് നടപ്പിലാക്കേണ്ടി വരും. LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ആശാപ്രവർത്തകർക്ക് ഇതേപോലെ നടപ്പിലാക്കാൻ അലവൻസ്, പ്രത്യേക അലവൻസ് ഏർപ്പെടുത്താനുള്ള സമ്മർദ്ദമായി UDFിൻ്റെ ഈ തീരുമാനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏതാണ്ട് 30% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് UDF അധികാരത്തിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 70% വരുന്ന LDFിന്റെ പഞ്ചായത്തുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു ഭാഗത്ത് UDF ഇങ്ങനെ കൂട്ടിക്കൊടുത്തൽ. ഇതിനകം തന്നെ UDF തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിലും കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്തിലും നേരത്തെ ആശാ വർക്കർമാർക്ക് പണം അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു. രാഷ്ട്രീയമായ നീക്കമാണ് LDFിനൊരു ചലഞ്ച്.